മാതാവേ, ആ കോഴിക്കുഞ്ഞ് മനസ്സിൽ എന്നതൊക്കെയാ പ്ലാൻ ചെയ്ത് കൂട്ടിയേക്കണെന്ന് ഒരു പിടിയുമില്ല. അതെന്നതായാലും കൂടെ കണ്ടേക്കണേ. ഇവിടെ ആരും ഇല്ലല്ലോ. ഇതെല്ലാരും എവിടാ പോയേ? ഹായ് ജോന. ഹായ് സർ. എന്ത് പറ്റിയോ? പേടിച്ചോയോ? ഏയ് ഇല്ല സർ. വേറെ ആരെയും കണ്ടില്ലല്ലോ. അവർക്ക് കോളേജിലുണ്ടാടോ. ഞാൻ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ. അപ്പോൾ എല്ലാരും അതിന്റെ പുറകെയല്ല. ഓ എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഏയ് വേണ്ട. ഐ മീൻ താനോടെ ഇരിക്കും. കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു വർക്കില്ലേ ഇതെനിക്കിവിടെ, അതൊന്നും നോക്ക്. ഇവിടെ ഇരിക്കാനോ? അതും ഇങ്ങനെ കൂടെ. ഒരിക്കൽ ഇതുപോലെ ഇരുന്നതിന്റെ ക്ഷീണം ഇതുവരെ തിന്നിട്ടില്ല. അപ്പോഴാ എന്ത് വെച്ചിടോ? ഒറ്റയ്ക്ക് ഇവിടെ എന്റെ കൂടെ ഇരിക്കാൻ പേടിയാണോ? പേടിയോ? എനിക്കോ? ഏയ് ഞാനെന്തിനാ പേടിക്കുന്നേ? മാതാവേ. എന്നതാ? ഏയ് ഒന്നുമില്ല. ഓ ജീവണോ. എക്സ്ക്യൂസ് മീ സർ. ജിമ്മി? യെസ്. ഓ ജിമിൻ, എന്താണോ സർ? അത് പിന്നെ കുക്കി അല്ല ചിയോണ അവളുടെ ബുക്ക് ക്ലാസ്സിൽ വെച്ച് മറന്നു. അത് കൊടുക്കാനാ വന്നേ. ഓ കൊടുത്തേക്കോ? ഡി കുക്കി സർ. നല്ല ആളാ നീ. ബുക്സ് ഒക്കെ ക്ലാസ് വെച്ച് മറന്നുല്ലേ? എന്നിട്ട് എക്സാം സമയം ആകുമ്പോഴത്തേക്കും ടെൻഷൻ അടിച്ച് നടക്കും. ഇതാ പിടിക്ക്. ചിമ്മി, നീ എന്നാ ഇവിടെ? എന്തൊക്കെയാ കാണിക്കുന്നേ? ചിമ്മി കാണിച്ചില്ലല്ലോ കുക്കീസേ. കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. നീ ഒന്ന് മിണ്ടാണ്ടിരിക്ക. അല്ല കുക്കീസേ, ഇതെന്താണ് നിന്റെ മുഖത്തൊക്കെ? എന്നതാ? നിക്ക് നിക്ക് നിക്ക്, ഞാൻ എടുത്തു തരാം. ആ ഇപ്പൊ പോയി. ജിമിൻ, ബുക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ തനിക്ക് പോവാം. ആ സാർ, ഒരു മിനിറ്റ്. കുക്കീസേ, ക്ലാസ് കഴിഞ്ഞ് നേരെ ഗ്രൗണ്ടിലോട്ട് വന്നേക്കണം കേട്ടല്ലോ. ഞാൻ അവിടെ കാണും. എന്നിട്ട് നമുക്കൊന്നിച്ച് പോകാം ക്യാൻറ്റീനിലോട്ട്. ബൈ കുക്കീസേ. എന്നാ പിന്നെ ഞാൻ പോവാണേ. കുക്കീസേ, ഓൾ ദി ബെസ്റ്റ്. ജിമ്മി, മാതാവേ, വീഴ്ചയെന്നാലും ദേഷ്യത്തിലാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കത് എന്തിനെങ്ങനെ എന്നെ നോക്കുന്നത്? ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എന്റെ കുരിശുമല പുണ്യാളാ, കാത്തോണേ. It's hurting me. എനിക്കറിയാം ജിമിൻ, അവൻ തന്നെ വേറൊരു ഫ്രണ്ട് മാത്രമാണെന്ന്. ബട്ട് ഇറ്റ്സ് റിയലി ഹേർട്ടിങ് മീ ചെയ്യണം. ഇതെന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു. ഞാനല്ലാതെ തന്നെ ആര് തൊടുന്നത്? അതിന് ജിമിനായപ്പോൾ ഐ ക്യാൻ ടേക്ക് ദാറ്റ് ഈസിലി ചെയ്യണം. ഓരോ നിമിഷം തന്നെ ഞാൻ എത്രത്തോളം മിസ് ചെയ്യുന്നെന്ന് അറിയാമോ ചെയ്യണം? താൻ അടുത്തില്ലാതിരിക്കുമ്പോഴും തന്നെ കുറിച്ച് മാത്രമായിരിക്കും എൻ്റെ ചിന്ത.
I felt I'm drowning in you. ഈ നോട്ടവും ഈ ചിരിയും എല്ലാം എല്ലാം ഇന്ന് എൻ്റെത് മാത്രമായിരിക്കണം. മറ്റാരും തന്നെ നോക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. ഇറ്റ്സ് കില്ലിങ് മീ ഇൻസൈഡ് ചെയ്യണം. എനിക്ക് തന്നെ അത്രമാത്രം സ്പെഷ്യലാണ്. അറിയില്ല അത് എന്തുകൊണ്ട് അങ്ങനെയെന്ന്. ചിലപ്പോൾ തന്നെ ഈ ചിരിയാകും, അല്ലെങ്കിൽ ഈ കണ്ണുകൾ. ഇറ്റ്സ് ലൈക്ക് മിറർ ചെയ്യണം. എൻ്റെ മനസ്സിൽ എന്താണ് അവർ പറഞ്ഞു. അതുമല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ഞാനല്ലാതെ ഏൽക്കുന്ന, എന്നിലും നിയന്ത്രണത്തെ കെട്ടിപ്പിടിക്കുന്ന, എന്നെ തോന്നിപ്പിക്കുന്ന ഇതാ ഈ ചുണ്ടിനരികില് ഈ കറുത്ത മണക്കാവും. Okay, I really want to tell you something. എനിക്ക് തന്നോട് തോന്നിയ വികാരം, അതിൻ്റെ ആഴം, അതെന്താന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരം. കുക്കി എനിക്ക് തന്നെ എക്സ്ക്യൂസ് മീ സർ. യെസ് സർ, പ്രിൻസിപ്പൽ വിളിക്കുന്നു. ഞാൻ വന്നേക്കാം. സോറി സർ, ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാ പറഞ്ഞത്. അത് പിന്നെ ഞാൻ വരാം. ജോണേ, നീ ഇവിടെ ചീട്ടും കളിച്ചിരുന്നോ? അവിടെ മണ്ണും ചാരിഞ്ഞതും പെണ്ണും കൊണ്ടുപോണ അവസ്ഥയാ. നീ എന്താടാ പറയുന്നത്? നിന്റെ കുക്കിയും പിന്നെ പുതിയ ആൾക്കാരില്ലേ, അയാളും കൂടി ഇന്ന് എന്തുവായിരുന്നറിയോ? ആർട്ട് റൂമില് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. എന്റെ ജോണേ, അതൊന്ന് കാണേണ്ടതായിരുന്നു. എന്നതായാലും കുക്കി നിന്റെ കയ്യിൽ നിന്ന് പോയി. പുല്ലേ ജിയോണ, അവള് ഈ ജോയിന്റെ ആടാ. അവള് ഞാനല്ലാതെ മറ്റൊരുത്ത സ്വന്താക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ കൊന്നു കളയുന്നേ. അതിന് നീ എന്തിനാണ് എന്റെ മേത്ത് ചാടിക്കറുന്നത്? നീ അവളോട് തന്നെ ചോദിക്ക, അയാളോട്ട് അവക്ക് എന്താണ് ചോദിക്കാൻ തന്നെയാടാ പോന്നേ. ഈ ജന്മത്തി അവള് ജോൺ തന്നെയായിരിക്കും സ്വന്തമാക്കുന്നത്. മറ്റൊരുത്തനെയും സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സ്വന്തമാക്കുമെങ്കിൽ അതിന് ജിയോണ ജോണിന്റെ എച്ചിലായതിനു ശേഷം മാത്രമായിരിക്കും. ചിമ്മി, എന്തുവാടി? ചിമ്മി he loves me. എന്തോന്ന്? കോഴിപ്പിന്നെ ബീച്ചിൽ എന്നോട് ഇഷ്ടമാ. ശരിക്കും? പൊളിച്ചു മോളെ കുക്കി. സാർ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെന്ന് ചോദിച്ചാ പറഞ്ഞില്ല. പക്ഷേ വീശാന്റെ ഓരോ നോട്ടത്തിലും ഓരോ വാക്കുകളിലും എന്നോടുള്ള സ്നേഹം അതെനിക്ക് അറിയാൻ പറ്റി സിമ്മി. അങ്ങനെ അത് ഓക്കെ. അപ്പൊ പിന്നെ എന്റെ കമ്മീഷൻ എങ്ങനെയാ കുക്കിസേ? എന്ത് കമ്മീഷൻ? കുഞ്ഞെ, ഞാൻ കാണുക നിന്റെ വീശാൻ നിനക്ക് കിട്ടിയ, അപ്പോ അതിന്റെ കമ്മീഷനാ ചോദിച്ചത്. അതിന് വീശാൻ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞില്ലല്ലോ. അതിനെന്നാടി, നിനക്കിന് ധൈര്യമായിട്ട് അങ്ങോട്ട് പോയി പറയാലോ ഇഷ്ടാന്ന്. നിന്നോട് ഇനി അങ്ങനെ നോ പറയുന്നു പേടിക്കണ്ടല്ലോ. എന്നാ പിന്നെ വാ കുക്കിസേ, നമുക്ക് ക്യാൻറ്റീനിലോട്ട് നീങ്ങാം. ഇന്ന് ഫുൾ ചെലവ് നിന്റെ വക. ഓക്കെ? ഓക്കേടാ കഴിവിന്നെ. ചിമ്മി, നീ പൊക്കോ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരാവേ. പെട്ടെന്ന് വന്നേക്കണേ. ആനേ.
കുക്കി. ജോൺ, വഴിയിൽ മാറി നിൽക്ക്, എനിക്ക് പോണം. ഇല്ലെങ്കിലോ? നീ എന്താണ് വിചാരിച്ചേ? ഞാനൊന്നും അറിയില്ലെന്നോ? ഇപ്പൊ പുതിയ ആളൊക്കെ എന്നൊന്നും അറിഞ്ഞു. അതെന്നാ പറ്റിടി? ഷിമിനെ മടുത്തോ? ജോൺ, മൈൻഡ് യുവർ ലാംഗ്വേജ്. എന്താണ് ഇതിന്റെ ശബ്ദത്തിനൊരു മാറ്റം? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴത്തെ പൂച്ചക്കുട്ടി അല്ലല്ലോ ഇപ്പൊ. അതേടാ, നീ ഒന്ന് പേടിപ്പിച്ച കരഞ്ഞ് നിന്റെ കാല് പിടിക്കുന്ന പഴയ കുക്കിയല്ല ഞാനിപ്പോ. നിന്നെ പോലുള്ള അമ്മയുടെ കരടടിച്ച് പൊട്ടിക്കാനുള്ള ചങ്കുറ്റുണ്ട് എനിക്ക്. അറിയാടി, ആനടുത്തും പുതിയൊന്നിനെ കിട്ടിയില്ല. അതിന്റെ നെഗിളിപ്പ നീ കാണിക്കുന്നേന്ന്. ജോൺ, മാറി. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമല്ല. നിക്കടി അവിടെ. നീ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. നീയും എഫിൻ തമ്മിൽ എന്താണ് ബന്ധം? അതെന്റെ പേഴ്സണൽ മാറ്റർ ജോൺ. അതിന് നീ ഇടപെടേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട്. കാരണം നിന്നെ ഞാൻ നോട്ടിട്ട് വച്ചേക്കുന്നതാ. നീ എന്റെ പെണ്ണാടി. നിർത്തറ, നാണമല്ലോ നിനക്ക്? നിന്റെ പെണ്ണ്? ഞാൻ എപ്പോഴാണ് നിന്റെ പെണ്ണായത്? അങ്ങനെ ആണും പെണ്ണും കേട്ട എടുത്തതിന് മുമ്പ് തല കുനിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ജീവനങ്ങ് തീർന്നതാടാ. പിന്നെ നീ ചോദിച്ചില്ലേ എഡ്വിൻ സാറും ഞാൻ തമ്മിൽ എന്താണ്? എന്നാ കേട്ടോ, എനിക്ക് വീശാനെ ഇഷ്ടമാ. ഞാൻ വീശാന്റെ പെണ്ണ. കുക്കി മരിക്കുന്ന കാലം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും. മതി, നിർത്തടി. നിനക്കറിയില്ല ജോണിനെ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു അത് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ചെയ്യണം. എന്ത് ചെയ്യാനാ നീ? ഒന്നും ചെയ്യില്ല. കോഴിപ്പോയ ചിലപ്പോ കുഴക്കായിരിക്കും, അത്രയേ ഉള്ളൂ. കൈയെടുക്ക് ജോണെ. ഇല്ലെങ്കിലോ? You? How dare you? നിന്നോട് ഒരിക്കലും പറഞ്ഞതാ ജോണെ, കളി ഇവളോട് വേണ്ടാന്ന്. എല്ലാ പെമ്പിളരോടും കാണിക്കുന്ന പോലെ ഇവളോട് നിന്റെ ആണത്തം കാണിക്കാനാ പുറപ്പാടാണെങ്കിൽ ഷിമിൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല പ്രവർത്തിച്ച് കാണിക്കുന്നേ. കൊന്നു കളയുന്നേ. താൻ എന്താണോ വിചാരിച്ചേ? ഒരു ഓലപ്പമ്പ് കാണിച്ച ഈ ജോണങ്ങ് പേടിച്ച് മാറി നിൽക്കണോ? ഇവിടെ ഞാൻ സ്വന്താക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കിയിരിക്കും. നീ അവളുടെ ദേഹത്ത് പോയിട്ട് അവളുടെ നിഴല് പോലും തൊടില്ല ജോണെ. തൊടാൻ സമ്മതിക്കില്ല ഞാൻ. കാരണം അതിന് നീ അടുത്ത സൂര്യോദയം കാണണ്ടേ. എന്താ ഇവക്ക് വേണ്ടി ഇത്രയും സംസാരിക്കാൻ നിന്റെ ആരാടാ ഇവള്? ഞാനവളുടെ ആരാന്ന് അവൾ വരെ നിന്നോട് പറഞ്ഞില്ലേ അവളുടെ വീസാനാണെന്ന്? ഇത് നിനക്കത് എന്റെ വായിൽ തന്നെ കേൾക്കണില്ല. ഇതാ കേട്ടോ, ഈ നിൽക്കുന്ന ജിയോണോ മാത്യു, ഇവൾ എന്റെ പെണ്ണാടാ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്, എന്റെ ജീവന്റെ പാതി. ഇവിടെ ഒരു നോട്ടം കൊണ്ടുപോലും നീ നോയിച്ചെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഈ ഭൂമിയിൽ നീ ബാക്കി ഉണ്ടാവില്ല. ഇപ്പൊ നീ ഞാൻ വെറുതെ വിടുവാടാ. ഇനി നീ ഇവിടെ പുറകെ നടക്കാനാണെങ്കിൽ ജോണെ, നിന്നോട് ഇപ്പൊ കാണിച്ച പ്രതി ഇളവ് അതുണ്ടാവില്ല എന്ന്. കുക്കി വാ. കുക്കി, you will regret badly. കുക്കി, ഒന്നും പറയണ്ട. പറയാൻ ബാക്കിയുള്ളത് എനിക്ക്. കുക്കി, തന്നെ ആദ്യം കണ്ട നാൾ മുതൽ ഇവിടെ ഈ സംഗതി കയറിക്കൂടിയ പെണ്ണാ നീ. അന്ന് എനിക്ക് തന്നെ കണ്ണുകൾ നഷ്ടപ്പെട്ടത് അത് എന്നെ തന്നെയായിരുന്നു കുക്കി. ഈ കണ്ണുകളെ വീണ്ടും കാണാൻ കൊടുത്ത സമയത്ത് ഇവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടുന്നത്. അന്ന് മുതൽ ഞാൻ ഉണ്ടായിരുന്നു തൻ്റെ കൂടെ, എവിടെയും എപ്പോഴും. ഒറ്റവാക്കി പറഞ്ഞ ലൈക്ക് എ ക്രീപ്പി സ്റ്റോക്കർ. താൻ കാണാതെ തന്നെ നോക്കിയിരുന്നിട്ടുണ്ട് പലപ്പോഴും. താൻ അറിയാതെ തന്നെ പുറകെ നടന്നിട്ടുണ്ട്.
തന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ പറഞ്ഞ് തന്നെ എൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. അപ്പോഴേക്ക് തന്നിലുണ്ടാകുന്ന മാറ്റം അതെന്നോടുള്ള ഇഷ്ടത്തിൻ്റെ കാരണങ്ങളെന്ന് അറിഞ്ഞപ്പോൾ കുക്കി, ഈ ലോകം പിടിച്ചെടുത്ത സന്തോഷമായിരുന്നു എനിക്ക്. ഈ കവിളുകൾ തൊടുക്കുമ്പോഴും ഈ ഹൃദയത്തിൻ്റെ മിടുപ്പ് കൂടുമ്പോഴും അത് കാണാനും കേൾക്കാനും വേണ്ടി ഓരോ പ്രാവശ്യം മനഃപൂർവ്വം തന്നെ ഓരോ സന്ദർഭങ്ങളുണ്ടാക്കി. അങ്ങനെ തന്നെ കാണുമ്പോൾ ഒക്കെ തന്നെ കടിച്ച് തിന്നാണ് തോന്നിയിട്ടുള്ളത്. എന്റെ കൺട്രോൾ പോകാതെ എന്നെ തന്നെ എത്ര തവണ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്നറിയോ? I still love to make you like that, Fiona. Really, I do. ഇവിടെ വരുമ്പോ ഞാൻ ആദ്യം തിരയുന്നത് ഈ മുഖമാ. ജിമിനോട് താൻ ഒരുപാട് അടുക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന എൻ്റെ ഫീലിംഗ്, എനിക്ക് തോന്നിയ ഇൻസെക്യൂർ, പൊസസീവ്നെസ്, ജലസ്, അതെത്രത്തോളാണെന്നറിയോ? ജിമിൻ തനിക്കൊരു ഫ്രണ്ട് മാത്രമെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് എന്നെ തന്നെ പലപ്പോഴും പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നില്ല. കുക്കി, തന്നെ നഷ്ടപ്പെടുന്ന പേടിയായിരുന്നു എല്ലായ്പ്പോഴും. അത്രമാത്രം ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും എനിക്ക് തന്നെ വിട്ടുകളാൻ പറ്റില്ല കുക്കി. എനിക്ക് വേണം തന്നെ എൻ്റെ ജീവൻ്റെ പാതിയായി, അല്ല എൻ്റെ ജീവനായി തന്നെ. Will you be mine, കുക്കി? ഈ എഡ്വിൻ്റെ പെണ്ണായി, എൻ്റെ കുട്ടികളുടെ അമ്മയായി എന്നോടൊപ്പം ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ തനിക്ക് സമ്മതമാണോ കുക്കി? കുക്കി കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായ കേൾക്കാൻ കൊതിച്ചത് ഈ വാക്കുകളാ. എന്റെ വീഴ്ച പെണ്ണായി, ഇതെന്റെ കുട്ടികളുടെ അമ്മയായി ഈ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കാൻ കുക്കിക്ക് ഒന്നല്ല 1000 വട്ടം സമ്മതമായി ചായ. I love you, Cookie. I really do. I love you too, Jaya. Love you more. Cookie. Jaya. सजदे में यूं ही झुकता हूँ, तुम पे ही आके रुकता हूँ। क्या ये सबको होता है? हमको क्या लेना है सबसे, तुमसे ही सब बातें अब से बन गए हो तुम मेरी दुआ। सजदे में यूं ही झुकता हूँ, तुम पे ही आके रुकता हूँ। क्या ये सबको होता है? हमको क्या लेना है सबसे, तुमसे ही सब बातें अब से बन गए हो तुम मेरी दुआ। खुदा जाने के मैं फिदा हूँ, खुदा जाने मैं मिट गया, खुदा जाने ये क्यों हुआ है कि बन गए हो तुम मेरे खुदा।
तुमसे दिल की बातें सीखी, तुमसे ही ये राहें सीखी, तुम पे मर के मैं तो जी गया। खुदा जाने के मैं फिदा हूँ, खुदा जाने मैं मिट गया, खुदा जाने ये क्यों हुआ है कि बन गए हो तुम मेरे खुदा। दिल कहे कि आज तो छुपा लो तुम पनाह में, कि डर है तुमको खो दूंगा। दिल कहे संभल जरा खुशी को ना नजर लगा, कि डर है मैं तो रो दूंगा। करती हूँ सौ वादे तुमसे, बांधे दिल के धागे तुमसे, ये तुम्हें न जाने क्या हुआ। खुदा जाने के मैं फिदा हूँ, खुदा जाने मैं मिट गया, खुदा जाने ये क्यों हुआ है कि बन गए हो तुम मेरे खुदा। ഹോംശയ, എന്നാ പറ്റി? ഒത്തിരി സന്തോഷത്തിലാണല്ലോ. അതെ ശയ, കുക്കി ഒത്തിരി സന്തോഷത്തില. അതെന്നാ പറ്റിടി ഇത്രയും സന്തോഷിക്കാൻ? അത് പിന്നെ ഈശായ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഈശാനോടൊരു കാര്യം പറയണമെന്ന്. എന്നതായി? എന്നതായിരുന്നു കിച്ചാനോട് പറയാലോ. ഹോംശയ, അത് ആഹാ, അപ്പൊ ഒരു കുട്ടിമോള് ലൈഫിൽ പുതിയ ഒരാളെയും കൂടി കണ്ടെത്തി അല്ലേ? അതെ ഈശായ, എന്റെ വീച്ചായനെ. അല്ല, സിമ്മിയാണല്ലേ ഇതിന്റെ എല്ലാം മാസ്റ്റർ പ്ലാൻ? ആ കുറിപ്പ് കൊള്ളാലോ. ആ ഈശായ, എന്റെ ചിമ്മി കാരണമാ എനിക്ക് എന്റെ വീച്ചായനെ കിട്ടിയ. പിന്നെ ഈശായ സോറി, ഇതൊക്കെ ഈശാനോട് നേരത്തെ പറയണമായിരുന്നു. പക്ഷേ ഈശാൻ എപ്പോഴും എന്നെ വിളിക്കാന്ന് അറിയില്ലല്ലോ, അതാ ഞാൻ. ഏയ്, അതൊന്നും സാരമില്ല. പിന്നെ എനിക്കിനെ കുറിച്ച് നേരത്തെ അറിയായിരുന്നു. അറിയായിരുന്നോ? അതെങ്ങനെ? എടി പൊട്ടി, അന്ന് നീ ചിമ്മിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് പ്രേമത്തെ കുറിച്ചൊക്കെ ചോദിച്ചില്ല എന്നോട്. അന്നേ എനിക്ക് കത്തിയതാ, അത് ചിമ്മിക്ക് വേണ്ടിയായിരിക്കില്ല, ഇനി കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പിന്നെ ഇതിപ്പോ ഏതുവരെ പോകുന്നു നോക്കുമല്ലായിരുന്നു ഞാൻ. അല്ല, ഈ എഡ്വിൻ ആളെങ്ങനെ? റൊമാൻറ്റിക്കാ? അന്ന് പോയേ. അയ്യടാ പെണ്ണിന്റെ ഒരു നാളും. നീ ഹാപ്പി അല്ലേ കുക്കി? എനിക്കത് മാത്രം മതി. പിന്നെ മോളെ ജോൺ, അവന് നീ സൂക്ഷിക്കണം. അവൻ അത്ര പെട്ടെന്ന് ഒതുങ്ങുന്ന ആളാണ് എനിക്ക് തോന്നുന്നില്ല. അറിയാ, പക്ഷേ ഇപ്പൊ കുട്ടിക്ക് ജോണിനെ പേടിയില്ല. എന്റെ ചിമ്മിയും വീശാനും ഇവിടെ എന്റെ കൂടെ ഉള്ളപ്പോ ജോണെന്നല്ല ഒരുത്തരി കുക്കിയുടെ ദേഹത്തോടെ ധൈര്യപ്പെടില്ല. നിനക്ക് ഏട്ടനോട് അത്രയ്ക്ക് ഇഷ്ടമാണോടി? അതെ ചായ, പക്ഷേ അത് വെറൊരു ഇഷ്ടം മാത്രമല്ല, ഈ ചങ്കില് ഒരിക്കലും അണയാതെ ആളി കത്തുന്ന വിശ്വാസം കൂടിയാ എന്നെ വീശായൻ എനിക്ക്. ചിമ്മി എനിക്ക് എൻ്റെ ഹോബിസായനെ പോലെയാണേലും വീശായൻ എൻ്റെ എല്ലാമാ, എൻ്റെ ജീവനും എൻ്റെ ജീവിതവും എല്ലാം. ഐ ലവ് ഹിം സോ മച്ച് ഹോബിസായ. ഈ കുക്കിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ വീശായന്, ഒത്തിരി. മുന്നോട്ട് ജീവിക്കണമെന്ന് ഇതുവരെ ആഗ്രഹം ഇല്ലാതിരുന്നവളാണ് ഞാൻ. ഒരു കത്തിത്തുമ്പിലോ ഒരു തോക്കിലോ ജീവൻ തീരേണ്ടവൻ. പക്ഷെ ഹോബിസായ ഇപ്പോൾ എനിക്ക് ജീവിക്കണമെന്ന് തോന്നുക. ഒരു 100 വർഷം
എൻ്റെ വീച്ചനെ പെണ്ണായിട്ട് ഇതെൻ്റെ ഭാര്യയായിട്ട് ആഗ്രഹിക്കാൻ പാടില്ലാഞ്ഞിട്ട് ഞാനിപ്പോ ഒരു സ്വപ്നം കണ്ടു പോവുക ഹോബിസായ. ആ സ്വപ്നത്തിൽ നിന്ന് ഒരിക്കലും ഉണരുതെന്ന പ്രാർത്ഥനയുള്ളൂ എനിക്ക്. ഇനിയിപ്പോ ജീവിക്കാൻ കർത്താവ് അത്രയ്ക്ക് ആയുസ് തന്നില്ലേ പോലും ഒരു ദിവസം ഈ ഭൂമിയിൽ വീശാന്റെ പെണ്ണായിട്ട് ജീവിക്കണം. അവസാന നിമിഷം വരെ വീശാന്റെ ഒപ്പായിരിക്കണമെന്ന് എനിക്ക്. വീശാന്റെ കുക്കിക്ക് ജീവനയച്ചായ ജീവന്റെ ജീവൻ. നിനക്കെന്നെ വെജ്മിനോടും സിമ്മിയോടും തുറന്ന് പറയാൻ മേലെ മോളെ. തുറന്ന് പറയണമെന്നുണ്ട് എനിക്ക്, പക്ഷെ വേണ്ട ഇജായ. ഇജാനറിയോ, എല്ലാം തൊന്ന് പറയുമ്പോ എനിക്ക് വേണ്ടി കൊല്ലാനും കൊല വിളിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടും എൻ്റെ വീച്ചായനും ചിമ്മിയും. ഇജാനെ അറിയാവുന്നതല്ലേ, ഒരിക്കലും അവർക്ക് അവരോട് പിടിച്ചേക്കാൻ പറ്റില്ല എന്ന്. കൊന്നു കളയും അവര്. വേണ്ട, ഞാൻ കാരണം ഈ 2 ജീവനും കൂടെ വേണ്ട ചായ. പലപ്പോഴും വിചാരിച്ചതാവും ചായ, ഈ പ്രണയവും സൗഹൃദവും ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. പക്ഷെ പറ്റിയില്ല കുക്കിക്ക്. സൗഹൃദം കൊണ്ട് ചിമ്മി പ്രണയം കൊണ്ട് വീച്ചാനും തോപ്പിച്ചപ്പോ ഈ കുക്കിക്ക് തള്ളിക്കളാൻ തോന്നിയില്ല ചായ. പകരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക ചെയ്തേ. മോളെ, ഞാൻ കാരണമല്ല ഇതെല്ലാം. ഞാൻ നിന്റെ ആരും അല്ലാതിട്ട് പോലും എനിക്ക് വേണ്ടിയുള്ള നിന്റെ ജീവിതം പോലും വിഷമിക്കല്ല മോളെ. ഈ ഓഫീസെല്ലാം ശരിയാക്കും. വിഷമോ? ഇനി കുക്കി വിഷമിക്കില്ല ചായ. ഞാൻ വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും എന്റെ വീഴ്ചയെ സഹിക്കാൻ പറ്റില്ല മോളെ. ഞാൻ മതി ചായ, നമുക്കിതിവിടെ നിർത്താം. ഇല്ല, ചിലപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ ഓരോ വാക്കുകളും കളവായിപ്പോ എന്റെ മനസ്സിനെനിക്ക് പിടിച്ചെത്താൻ പറ്റിയെന്ന് വരില്ല ഹോബിസായ. ഞാൻ വെക്കുക. ബൈ ഹോബിസായ. എനിക്കറിയാം വീശാൻ എന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്തൊക്കെ വന്നാലും വീട്ടുകാരെ എന്നെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുമെന്ന്. എനിക്കിവിടെ നിങ്ങളല്ലേ വിളിച്ചായ. നിങ്ങളല്ല എൻ്റെ വിശ്വാസവും സ്നേഹവും ധൈര്യവും സന്തോഷമല്ല. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളാണ് വിളിച്ചായ. I love you so much.